ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നുവെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയത്ത് ദൈവം പ്രവർത്തിക്കണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം എന്നൊക്കെയാണ്. പക്ഷേ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് അവരാഗ്രഹിക്കുന്ന സമയത്തല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ സമയത്തല്ല ദൈവം അത്ഭുതം ചെയ്യുന്നത്. ബൈബിൾ മുഴുവൻ വായിച്ചാൽ ഒരു പദം കാണാൻ കഴിയും, ദൈവത്തിൻ്റെ തക്ക സമയം. തക്ക സമയം എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്താണ്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത്ഭുതം ചെയ്താൽ ഒന്ന്, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിനായിരിക്കും. മറ്റൊരാളും ആ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ആ ദൈവപ്രവൃത്തി സംഭവിച്ചത് ദൈവം അപ്പോയിൻ്റ് ചെയ്ത അപ്പോയിൻ്റഡ് ടൈമിലാണ്. യോസഫ് ചിന്തിച്ചു, യോസഫിൻ്റെ സമയത്ത് ദൈവം തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തെടുക്കും. പക്ഷേ ദൈവം പുറത്തെടുത്തത് ദൈവത്തിൻ്റെ സമയത്ത്. ഇപ്പോൾ യോസഫ് മന്ത്രിക്കസേരയിൽ ഇരിക്കുമ്പോൾ പറയും, സഹോദരന്മാരെ, നിങ്ങളല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എൻ്റെ ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടെ അയച്ചത്. പാനപാത്രവാഹകൻ്റെ പ്രമാണിക്കും ഇപ്പോൾ മഹത്വമില്ല, ഫറവോനുമില്ല, മഹത്വം മുഴുവൻ ആർക്കാണ്? ദൈവത്തിനാണ്. നിങ്ങളുടെ വിഷയത്തിന് വൈകുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റിന് മറുപടി തരാൻ വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ആ ഉത്തരം തന്നിരിക്കും. 2, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഉത്തരം തരുമ്പോൾ അത് ഏറ്റവും മനോഹരമായിരിക്കും. സഭാപ്രസംഗി ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലെ ദൈവം സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായിട്ട് ചെയ്യുന്നു. നമ്മുടെ സമയത്ത് ദൈവം ഉത്തരം തന്നാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കത്തില്ല അതിൻ്റെ മറുപടി. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഉത്തരം തരുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ഏറ്റവും മൂല്യമുള്ള മറുപടിയായിരിക്കും ദൈവം തരുന്നത്. കാനാവിലെ കല്യാണത്തിന് മറിയ ആഗ്രഹിച്ച സമയത്തോ അവിടെയുള്ള ശിഷ്യന്മാരാഗ്രഹിച്ച സമയത്തോ അല്ല ദൈവം ഉത്തരം കൊടുത്തത്. യേശു അത്ഭുതം ചെയ്തത്, കർത്താവ് പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ നാഴിക വെളിപ്പെട്ടപ്പോൾ തൻ്റെ മഹത്വം ആ കല്യാണ വീട്ടിൽ ദൈവം വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. മഹത്വം നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റിൽ ദൈവം ഏറ്റെടുക്കും. മാത്രമല്ല, ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മിറക്കിൾ, ഒരത്ഭുതം, ഒരു മറുപടി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ഗാഡ് ബ്ലസ് യു.